വ്യോമയാന മേഖലയിൽ യാത്രക്കാരുടെ സുരക്ഷയ്ക്ക് പതിവിലുമധികം മുൻതൂക്കം ലഭിക്കുകയാണ്. വിമാനയാത്രകളിൽ പവർ ബാങ്കുകൾക്ക് കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കുകയാണ് ഇപ്പോൾ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ എന്ന DGCA. വിമാനയാത്രയ്ക്കിടയിൽ പവർ ബാങ്കുകളും മറ്റു ലിഥിയം ബാറ്ററി പ്രവർത്തിക ഉപകരണങ്ങളും ഉപയോഗിക്കുന്നത് നിയന്ത്രിച്ചിരിക്കുകയാണ് DGCA. ലിഥിയം ബാറ്ററികൾ അമിതമായി ചൂടാകുകയോ തീ പിടിക്കുകയോ ചെയ്ത സംഭവങ്ങൾ ലോകമാകെ വർദ്ധിച്ച പശ്ചാത്തലത്തിലാണ് ഈ തീരുമാനം. ഇതിന്റെ ഭാഗമായി വിമാനയാത്രക്കിടെ മൊബൈൽ ഫോണുകളോ മറ്റ് ഗാഡ്ജറ്റുകളോ ചാർജ് ചെയ്യാൻ പവർ ബാങ്കുകൾ ഉപയോഗിക്കുന്നത് പൂർണ്ണമായും നിരോധിച്ചിരിക്കുകയാണ്. വിമാന സീറ്റുകളിലെ ചാർജിംഗ് പോയിന്റുകളിലൂടെ പോലും ഇനി പവർ ബാങ്കുകൾ ഉപയോഗിക്കാനാവില്ല എന്നർത്ഥം. DGCA പുറത്തിറക്കിയ ഡേഞ്ചറസ് ഗുഡ്സ് അഡ്വൈസറി സർക്കുലർ പ്രകാരം പവർ ബാങ്കുകളും സ്പെയർ ലിഥിയം ബാറ്ററികളും ഹാൻഡ് ബാഗേജിൽ മാത്രം അനുവദിക്കും. ഓവർഹെഡ് ബിനുകളിൽ തീപിടുത്തമുണ്ടായാൽ അത് കണ്ടെത്താനും നിയന്ത്രിക്കാനും ബുദ്ധിമുട്ടായതിനാൽ അപകട സാധ്യത കൂടുതലാണെന്നാണ് DGCAയുടെ മുന്നറിയിപ്പ്. എന്തുകൊണ്ട് ലിഥിയം ബാറ്ററികൾ അപകടകരമാകുന്നത് എന്നറിയണ്ടേ? ലിഥിയം ബാറ്ററികൾ അത്യന്തം ശക്തിയുള്ളവയാണ്. ഒരിക്കൽ തീപിടിച്ചാൽ അവ നിയന്ത്രണമില്ലാത്ത വിധം ആളിപ്പടരാൻ സാധ്യതയുണ്ട്. സാധാരണ അഗ്നിശമന മാർഗങ്ങൾ ഇത്തരുണത്തിൽ ഫലപ്രദമാകണമെന്നില്ല എന്നും കണ്ടെത്തിയിട്ടുണ്ട്. ചില സന്ദർഭങ്ങളിൽ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ പൊട്ടിത്തെറിക്കാനും ഇടയുണ്ട്. ഇതുകൊണ്ടൊക്കെയാണ് ലിഥിയം ബാറ്ററികൾ അടങ്ങിയ ഉപകരണങ്ങൾ വിമാനയാത്രക്കിടെ ഉപയോഗിക്കാൻ പാടില്ല എന്ന കർശന നിർദ്ദേശം വന്നിട്ടുള്ളത്. പവർ ബാഗുകളും പോർട്ടബിൾ ചാർജറുകളും പോലുള്ള ലിഥിയം ബാറ്ററി ഉപകരണങ്ങൾ വിമാനത്തിനുള്ളിൽ തീപിടുത്തത്തിന് തുടക്കമാകാൻ സാധ്യതയുള്ള ഇഗ്നിഷൻ സോഴ്സുകളാണ് എന്ന് DGCA മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അമിത ചൂട്, അമിത ചാർജിംഗ്, ഉപകരണങ്ങൾക്കുള്ളിലെ ഷോർട്ട് സർക്യൂട്ട്, പഴകിയ ബാറ്ററികൾ തുടങ്ങിയവയൊക്കെ തീപിടുത്തത്തിന് കാരണമായേക്കാം. പവർ ബാങ്കുകൾ പോലുള്ള ഉപകരണങ്ങൾ വിമാനത്തിനുള്ളിൽ ഓവർഹെഡ് ബിനുകളിലോ ബാഗുകളിലോ സൂക്ഷിക്കുമ്പോൾ അവ യാത്രക്കാരും ജീവനക്കാരും ശ്രദ്ധിക്കാൻ കഴിയാത്ത വിധം മറഞ്ഞിരിക്കുന്നവയായിരിക്കുമെന്നും തീപിടുത്തമുണ്ടായാൽ പുക ഉയരുന്നതോ ചൂട് വർദ്ധിക്കുന്നതോ വൈകി മാത്രമേ ശ്രദ്ധിക്കപ്പെടുകയുള്ളൂ എന്ന ആശങ്ക DGCAയ്ക്കുണ്ട്. ഇത് വിമാന സുരക്ഷയ്ക്ക് വലിയ ഭീഷണിയായി മാറാനുള്ള സാധ്യതകളുണ്ട്. വിമാന കമ്പനികളോട് ഇതനുസരിച്ച് കൂടുതൽ ജാഗരൂകരാകണമെന്ന നിർദ്ദേശമാണ് DGCAയ്ക്കുള്ളത്. സുരക്ഷാ പരിശോധനയും സുരക്ഷാ പരിശീലനങ്ങളും ശക്തമാക്കണമെന്നും എയർലൈൻ കമ്പനികളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒപ്പം ലിഥിയം ബാറ്ററിയുമായി ബന്ധപ്പെട്ട നിലവിലെ സുരക്ഷാ റിസ്ക് വിലയിരുത്തലുകൾ പുനഃപരിശോധിക്കുക. വിമാനത്തിനുള്ളിൽ ബാറ്ററി തീപിടുത്തം ഉണ്ടാകാതെ തടയാനുള്ള കർശന നടപടികൾ സ്വീകരിക്കുക. തീപിടുത്തം ഉണ്ടായാൽ അതുടൻ കണ്ടെത്താനും ഫലപ്രദമായി അണയ്ക്കാനും സംവിധാനങ്ങൾ ഉറപ്പാക്കുക തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് വിമാന കമ്പനികളോട് DGCA ആവശ്യപ്പെടുന്നത്. ഇതുകൂടാതെ വിമാനത്തിനുള്ളിൽ സേവനം നടത്തുന്ന ക്യാബിൻ ക്രൂവിനുമുണ്ട് സുരക്ഷാ നിർദ്ദേശങ്ങൾ. ഉപകരണങ്ങളിൽ നിന്നുള്ള അമിത ചൂട്, പുക, തീ തുടങ്ങിയ മുന്നറിയിപ്പ് ലക്ഷണങ്ങൾ തിരിച്ചറിയാൻ പരിശീലനം നേടുക. ഫലപ്രദമായ രീതിയിൽ അഗ്നിശമന ഉപകരണങ്ങൾ ഉപയോഗിക്കാനുള്ള പ്രാവീണ്യം നേടുക. പുക ശ്വസിക്കുന്നതിലൂടെ ഉണ്ടാകുന്ന അപകടങ്ങൾ മനസ്സിലാക്കാനുള്ള ബോധവൽക്കരണം. വിമാനങ്ങളിലെ അഗ്നിശമന ഉപകരണങ്ങളും സുരക്ഷാ ഉപകരണങ്ങളും വേഗത്തിൽ ലഭ്യമാക്കാനുള്ള തയ്യാറെടുപ്പ് ഉണ്ടാകുക എന്നിവയാണ് ക്യാബിൻ ക്രൂവിന് നൽകിയിട്ടുള്ള നിർദ്ദേശങ്ങൾ. പുതിയ സുരക്ഷാ ചട്ടങ്ങളുടെ ഭാഗമായി വിമാനത്തിനുള്ളിൽ യാത്രക്കാരെ സുരക്ഷിതത്വ മാനദണ്ഡങ്ങളെ കുറിച്ചുള്ള അറിയിപ്പുകൾ കൃത്യമായി നൽകണമെന്നും ഏതെങ്കിലും ഉപകരണത്തിൽ നിന്ന് ചൂടോ പുകയോ അസാധാരണ ഗന്ധമോ ഉണ്ടാകുന്നെങ്കിൽ ഉടൻ ക്യാബിൻ ക്രൂവിനെ അറിയിക്കണമെന്നും നിർദ്ദേശമുണ്ട്. ഒപ്പം ഇത്തരത്തിലുള്ള എന്ത് സംഭവം ഉണ്ടായാലും അതുടനെ DGCAയ്ക്ക് റിപ്പോർട്ട് ചെയ്യണമെന്ന് വിമാന കമ്പനികൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇവയ്ക്ക് പുറമെ വിമാനത്താവള ടെർമിനലുകളിലെ പ്രവേശന കവാടങ്ങൾ, ചെക്ക് ഇൻ കൗണ്ടറുകൾ, സുരക്ഷാ പരിശോധന കേന്ദ്രങ്ങൾ, ബോർഡിംഗ് ഗേറ്റുകൾ എന്നിവിടങ്ങളിൽ ലിഥിയം ബാറ്ററി മൂലം ഉണ്ടായേക്കാവുന്ന തീപിടുത്ത അപകടങ്ങളെ കുറിച്ചുള്ള മുന്നറിയിപ്പ് സന്ദേശങ്ങളും വീഡിയോകളും പ്രദർശിപ്പിക്കണം. ആഗോളതലത്തിൽ വിമാനങ്ങളിൽ ലിഥിയം ബാറ്ററികളുമായി ബന്ധപ്പെട്ട അപകടങ്ങൾ വർദ്ധിച്ചതോടെയാണ് ഈ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുള്ളത്. ഇക്കഴിഞ്ഞ ഒക്ടോബറിൽ ഡൽഹിയിൽ നിന്ന് ഡിമാപൂരിലേക്ക് പോകാൻ തയ്യാറെടുക്കുകയായിരുന്ന ഇൻഡിഗോ വിമാനത്തിൽ ഒരു യാത്രക്കാരന്റെ പവർ ബാങ്കിന് തീ പിടിക്കുകയുണ്ടായി. സമാനമായി പുതുവർഷ തുടക്കത്തിൽ ദക്ഷിണ കൊറിയയിലെ ഗിംഹെ വിമാനത്താവളത്തിൽ എയർ ബുസാൻ വിമാനത്തിൽ പവർ ബാങ്കിലെ ഇൻസുലേഷൻ തകരാറ് മൂലം തീപിടുത്തം ഉണ്ടായതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു.